നമ്മൾ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കാം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഡിവൈസസ് എന്തൊക്കെയാണെന്ന്. എല്ലാവർക്കും പരിചയമുള്ള സാധനങ്ങളാണ് ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ എക്സെട്ര. ഇനി നമുക്കിതിൻ്റെയൊക്കെ യൂസ് എങ്ങനെയാണെന്നും ഇതിൻ്റെ എനർജി ചേഞ്ച് എങ്ങനെയാണെന്നും നോക്കാം. ഇലക്ട്രിക് ബൾബിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ലൈറ്റ് എനർജി ആയിട്ടാണ് അല്ലേ. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി വഴി നമുക്ക് ലൈറ്റ് എനർജി കിട്ടുന്നു ബൾബിലൂടെ. ഇനി ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെയാണ്? അതിലും അങ്ങനെ തന്നെയാണ്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സ്റ്റോറേജ് ബാറ്ററിയിലോ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആവുകയാണ് ചെയ്യുന്നത്. ഇനി മിക്സർ ഗ്രൈൻഡറിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയാണ്. അതായത് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ആയിട്ടുള്ള വർക്കുകളെ ഈസി ആക്കി തരുന്ന എല്ലാ ഡിവൈസസിലും ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയാണ് ആവുന്നത്. അങ്ങനെയുള്ള ഉപകരണങ്ങളാണ് മിക്സി, ഫാൻ ഇതൊക്കെ. ഇനി ഇലക്ട്രിക് ഹീറ്ററിൽ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അതായത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഇനി എന്താ പറയുന്നത്? ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസിഡേർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദാറ്റ് ഡിവൈസ്. ഏത് എനർജി ഫോമിലേക്കാണോ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ആവുന്നത് അതിനെയാണ് നമ്മൾ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പം ഇലക്ട്രിക് അയൺ ബോക്സിലാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയാണ് ആവുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എഫക്റ്റ് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റ്. ഇനി ഫാനിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയാണ് ആവുന്നത്. അപ്പോൾ അവിടുത്തെ എഫക്റ്റ് മെക്കാനിക്കൽ എഫക്റ്റ്. ബൾബിലോ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജിയാണ് ആവുന്നത്. അപ്പോൾ അവിടുത്തെ എഫക്റ്റ് ഒന്നെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ്. ഇലക്ട്രോ മാഗ്നറ്റിൽ മാഗ്നറ്റിക് എഫക്റ്റ്, ലൗഡ് സ്പീക്കറിൽ മെക്കാനിക്കൽ, ഹെയർ ഡ്രയറിൽ മെക്കാനിക്കൽ എഫക്റ്റ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഏത് എനർജിയിലേക്കാണോ കൺവേർട്ട് ആവുന്നത് അതാണ് അവിടുത്തെ ആ ഡിവൈസിൻ്റെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് നമുക്കിനി ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആകുന്നതിനെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എഫക്റ്റുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഏതൊക്കെയാണ്? ഇലക്ട്രിക് അയൺ, ഓവൻ, കുക്കർ. ഇതിലൊക്കെ എന്താ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റിംഗ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ടെക്സ്റ്റിലെ അതേ എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഇവിടെ എക്സ്പെരിമെൻറ്റ് ടു സീ ദ ചേഞ്ച് ഓഫ് ഇലക്ട്രിക് എനർജി ഇൻ ടു ഹീറ്റ്. ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ഹീറ്റ് എനർജി ആവുന്നത് എന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. അതിന് നമ്മൾ ഒരു നിക്രോം വയർ എടുക്കുന്നു. അത് ലെങ്ത് 5 സെൻറ്റിമീറ്ററുള്ള ഒരു നിക്രോം വയർ, പിന്നെ 6 വോൾട്ട് ബാറ്ററി എടുക്കുന്നു, പിന്നെ ഒരു കണക്ഷൻ വയറും. നമുക്ക് ആ എക്സ്പെരിമെൻറ്റിനുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ റെഡ് കളറിലുള്ളതാണ് നിക്രോം വയർ. 6 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും കറണ്ട് പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ ഹീറ്റ് ഉണ്ടാവുന്നത് നോക്കാം. എങ്ങനെയാണ്? ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഡ്യൂ ടു മോഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ദ ഇലക്ട്രോൺസ് ഗെറ്റ് ആക്സലറേറ്റഡ് ഇൻ ദ ഫീൽഡ് ആൻഡ് ഗെയിൻ കൈനറ്റിക് എനർജി. But collision occur and they lose this kinetic energy and get accelerated. This lost kinetic energy appear as heat inside the conductor. അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ചാർജ് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അപ്പോൾ അവരുടെ എനർജി ലൂസാവും. കൈനറ്റിക് എനർജിയാണുള്ളത്. ആ കൈനറ്റിക് എനർജി ലൂസാവും. ആ ലോസ് ആയിട്ടുള്ള കൈനറ്റിക് എനർജിയാണ് ഹീറ്റായിട്ട് കണ്ടക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി which form of energy is converted into heat? How does it occur?
Here, voltage between the ends of the resistor are measured using voltmeter and current using ammeter. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. വോൾട്ടേജ് വോൾട്ട്മീറ്റർ ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. അമ്മീറ്റർ ആണ് കറണ്ട് മെഷർ ചെയ്യുന്നത്. ഇനി ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് I ആംപിയറും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ VU ആണ് എങ്കിൽ, അതുപോലെ റെസിസ്റ്റൻസ് R ഓമും ആണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? I = Q/T ആണ്. അതായത് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് പെർ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ Q/T എന്ന് കിട്ടും. ഇനി ചാർജ് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമല്ലോ. I = Q/T ആണ് എങ്കിൽ Q = എന്ത് വരും? I × T എന്ന് വരും. യൂണിറ്റ് ഓഫ് ചാർജ് ആണ് കുളമ്പ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് വിൽ ബി 1 വോൾട്ട് if 1 joule of work is done in moving 1 coulomb of charge from one point to another. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് 1 coulomb ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി 1 joule ഓഫ് വർക്കാണ് 1 coulomb ചാർജിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വർക്ക് ഡണ്ണിന് നമുക്ക് Q × V എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഒരു ബാറ്ററി ഉപയോഗിച്ചാണ്, സർക്യൂട്ടിലെ ബാറ്ററി ഉപയോഗിച്ചാണ് എങ്കിൽ അതിനെ നമുക്ക് പവർ എന്ന് വിളിക്കാം. ആ പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ ആ വർക്കിനെ നമുക്ക് Q × V എന്ന് കൊടുക്കാം. അപ്പം P = W/T ആണ്. അതിനെ നമുക്ക് V × Q/T എന്ന് കൊടുക്കാം. അതിൽ Q/T എന്ന് പറഞ്ഞാൽ I ആണ്. അപ്പോൾ P = VI എന്ന് കൊടുക്കാം. അതുകൊണ്ട് എനർജി സപ്ലൈ ബൈ ബാറ്ററി ടു ദ കറണ്ട് ഇൻ T സെക്കൻഡ് PT എന്ന് പറയുന്ന VIT എന്ന് കിട്ടും. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് VIT ആണെന്ന് കിട്ടും. ഇനി ഇലക്ട്രിക്കൽ എനർജി എക്സ്പാൻഡഡ് ബൈ ബാറ്ററി ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് നിക്രോം വയർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. നമ്മൾ നേരത്തെ കാണിച്ച സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നിക്രോം വയർ റെഡ് കളറാവും. ആ റെഡ് കളറാവുന്നതിന് കാരണം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഉണ്ടായ സർക്യൂട്ടിലുണ്ടാകുന്ന പവറാണ്. അത് നമുക്കിപ്പോൾ കിട്ടിയത് VIT എന്നാണ്. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പവറിനോട് ഈക്വലാണ്. H = VIT എന്ന് കിട്ടി. ഇനി ഹീറ്റ് ഈസ് ഡെവലപ്ഡ് സിൻസ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. സോ ഓംസ് ലോ അനുസരിച്ച് V = IR എന്ന് നമുക്കറിയാം. അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷനിൽ IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? I² RT എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹീറ്റ് സർക്യൂട്ടിലുണ്ടാവുന്ന ഹീറ്റിനെ നമുക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നിക്രോം വയർ റെഡ് ഹോട്ട് ആവുന്നതെന്ന് നമുക്ക് പറയാം. ഇനി ഈ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, ഒന്ന് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഒന്ന് ടൈം ഫോർ വിച്ച് കറണ്ട് ഈസ് പാസ്ഡ്. ഇനി നമുക്ക് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണെന്ന് നോക്കാം. അത് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് square of the current and resistance of the conductor and time t of flow of current. അതായത് H is directly proportional to I² RT. ഇവിടെ I ആംപിയറിലും R ഓമിലും ടൈം T സെക്കൻഡ്സിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടേബിൾ നോക്കാം. അതായത് റെസിസ്റ്റൻസ്, കറണ്ട് ആൻഡ് ടൈം, ഇതിൽ മൂന്നിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 2R ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഹീറ്റ് എന്താവും? ഡബിൾ ആകും. നമ്മൾ ആ I² RT എന്നുള്ള ഇക്വേഷനിൽ Rന് പകരം 2R കൊടുക്കുക. അപ്പോൾ നമുക്ക് 2I² RT എന്ന് കിട്ടും. ഇനി കറണ്ടാണ് ഡബിൾ ആക്കുന്നതെങ്കിലോ? കറണ്ട് I² ആണ്. അപ്പം കറണ്ട് ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ 2I ആവും. അപ്പോൾ 2I² എന്ന് പറഞ്ഞാൽ 4I² ആവും. കറണ്ട് ഡബിൾ ആക്കുമ്പോൾ 4 ടൈംസ് ആവും ഹീറ്റ്. ഇനി റെസിസ്റ്റൻസ് പകുതി ആക്കുമ്പോഴോ I² RT/2 ആകും. അതായത് ഹാഫ് ആകും ഹീറ്റ്. അതുപോലെ കറണ്ട് പകുതിയാക്കുമ്പോഴോ 1/4 ടൈംസ് ആവും ഹീറ്റ്. ഇനി ടൈമാണ് ഡബിൾ ആക്കുന്നതെങ്കിൽ ഹീറ്റ് ട്വൈസ് ആകും. അതുപോലെ ടൈം പകുതിയാക്കുവാണെങ്കിൽ ഹാഫ് ആകും ഹീറ്റ് ജനറേറ്റ് ചെയ്തത്. ഇനി
നമുക്കിപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. ഇവിടെ എന്താണ്? ടൈം ടേക്കൺ 5 minutes ആണ്. അതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റണം. അതായത് 5 × 60. കറണ്ട് എത്രയാണ്? 0.2 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് 200 ohm ആണ്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കുന്നതിനെയാണ് H=I²RT. I എത്രയാണ്? 0.2. അപ്പോൾ 0.2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 200 ഇൻറ്റു 300, അതായത് 2400 ജൂളാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ പറയുന്നത് 4.2 ജൂൾ എന്ന് പറഞ്ഞാൽ ഒരു കലോറി ആണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ 2400 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര കലോറിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ ആൻസറിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 571.42 കലോറി എന്ന് കിട്ടും. ഇനി H=I²RT ആണ് നമ്മൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. പക്ഷേ കറണ്ട് തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം V/R ആണ്. അത് ആ H=I²RTയിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? H=V² × T/R എന്ന് കിട്ടും. ഇത് കറണ്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഇപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. H=VIT, ഒന്ന് H=I²RT, അടുത്തത് H=V² T/R. ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ohm വർക്കിംഗ് അണ്ടർ 230 volt. ഇവിടെ വോൾട്ടേജ് 230 ആണ്, റെസിസ്റ്റൻസ് 920, ടൈം 3 minute ആണ്. അതിനെ സെക്കൻഡിലോട്ട് മാറ്റിയപ്പം 3 × 60 seconds എന്നാക്കി. അതായത് H=I²RTയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10,350 ജൂൾ എന്ന് കിട്ടി. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് I തന്നിട്ടില്ല, Vയും Rഉം Tയും ആണ് തന്നിരിക്കുന്നത്. ഇനി അതേ മെത്തേഡ് അല്ലാണ്ട് വേറെ മറ്റേ ഇക്വേഷൻ H=I²RT ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? I എന്ന് പറഞ്ഞാൽ V/R ആണ്. അതുപയോഗിച്ച് ആദ്യം കറണ്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് I²RTയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അടുത്തത്, കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ഹാഫ് ആൻ അവർ വെൻ 3 ആംപിയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് അയൺ ബോക്സ് ഡിസൈൻ ടു വർക്ക് അണ്ടർ 230 volt. വിച്ച് ഈസ് ദ ഇക്വേഷൻ വിച്ച് ഹെൽപ്പ് ടു സോൾവ് ദ പ്രോബ്ലം ഈസിലി. ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? കറണ്ട് 3 ആംപിയർ ആണെന്നും വോൾട്ടേജ് 230 volt ആണെന്നും ടൈം ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ 30 minutes ആണെന്നും തന്നിട്ടുണ്ട്. അതായത് Vയും തന്നിട്ടുണ്ട്, Iയും തന്നിട്ടുണ്ട്, Tയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? H=VIT. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 1242000 ജൂളാണ് ആൻസർ വരിക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു കോളമാണിത്. അതായത് 2 ഹീറ്ററുകൾ തന്നിട്ടുണ്ട്, ഹീറ്റർ എയും ഹീറ്റർ ബിയും. ഇവിടെ ഹീറ്റർ എയിൽ വോൾട്ടേജ് 230 ആണ്, റെസിസ്റ്റൻസ് 1150, വർക്കിംഗ് ടൈം 5 minutes. ഇനി ഹീറ്റർ ബിയിലോ റെസിസ്റ്റൻസ് മാത്രം മാറി. ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ് ഹീറ്റർ ബിയിൽ, റെസിസ്റ്റൻസ് കൂടുതലാണ് ഹീറ്റർ എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റർ എക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? Vയും Rഉം Tയും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ H=V² T/R ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം രണ്ടിൻ്റെയും ഹീറ്റ് കിട്ടി. ഇവിടെ നോക്കുക, വോൾട്ടേജ് റെസിസ്റ്റൻസ് കൂടുതലുള്ളിടത്ത് ഹീറ്റ് കുറവാണ്, റെസിസ്റ്റൻസ് കുറവുള്ളിടത്ത് ഹീറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റ് മോർ? എന്തുകൊണ്ടാണ്? H=V² T/R. ഈ ഇക്വേഷനിൽ ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് എന്നാണ്. അതായത് ഹീറ്റ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് കൂടും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറും. ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്ഡ്? അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറണ്ട് I ദ ഹീറ്റർ A ആൻഡ് B ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. അതായത് ഇവിടെ എന്താണ്? ഹീറ്റർ എയിലും ബിയിലും ഉള്ള കറണ്ടുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്താണ് അവിടെ
ഹീറ്റിന് ഡിഫറൻസ് നോക്കാം. കറണ്ട് എന്ന് പറഞ്ഞാൽ V/R ആണ്. V എത്രയാണ്? 230 ആണ് ഫസ്റ്റിൽ, 1150 റെസിസ്റ്റൻസും. അപ്പോൾ കറണ്ട് 0.2 ആംപിയർ കിട്ടി. ഇനി ഹീറ്റർ ബിയിൽ കറണ്ട് 0.5 ആംപിയർ കിട്ടി. അതായത് ഹീറ്റർ എയിൽ കറണ്ടും ഹീറ്റും ലെസ്സാണ്, ഹീറ്റർ ബിയിൽ കറണ്ടും ഹീറ്റും മോറാണ്. ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ് ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ കറണ്ട്? എങ്ങനെയാണ്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുന്തോറും കറണ്ട് കുറയും. ഇനി അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് 2 ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് 6 വോൾട്ട് ആൻഡ് 2 ആംപിയർ ബാറ്ററി, 3 വാട്ട് ആൻഡ് 6 വോൾട്ട് ബൾബ് ആൻഡ് എ സ്വിച്ച് ആർ ഗിവൺ ബിലോ. ഇനി നമ്മളിതിനെ കൺസ്ട്രക്ട് ചെയ്യണം, എന്നിട്ട് ആൻസർ കൊടുക്കുക. നമുക്ക് നോക്കാം. ഇതാണ് 2 സർക്യൂട്ട്സ്. ഇവിടെ എന്താ പറയുന്നത്? ഒന്ന് പാരലൽ കണക്ഷനാണ്, ഒന്ന് സീരീസ് കണക്ഷനാണ്. ഇനി പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനെ കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ കൂടുതലായിട്ട് പഠിക്കും. ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി? അതായത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയോടുകൂടി ബൾബ് ഗ്ലോ ചെയ്യുകയെന്ന്. അത് കറണ്ട് സർക്യൂട്ട് എയിലാണ്. കാരണം എന്താ? അവിടെ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ റിമൂവ് 1 ബൾബ് ഇൻ ഈച്ച് സർക്യൂട്ട്, വാട്ട് ഡു യു ഒബ്സർവ്? ഫസ്റ്റ് സർക്യൂട്ട് നോക്കൂ. അതിലെ ഒരു ബൾബ് കളഞ്ഞാൽ എന്താ? സർക്യൂട്ട് ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? ഒരു ബൾബ് മാറ്റിയാലും മറ്റേ ബൾബ് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ബി സർക്യൂട്ടിലോ ഒരു ബൾബിൻ്റെ കണക്ഷൻ കളഞ്ഞാൽ ആ സർക്യൂട്ടിൻ്റെ ഫുൾ കണക്ഷൻ പോവുകയാണ്, അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇനി വൈ ഡു ദ ബൾബ് ഗ്ലോ വിത്ത് മാക്സിമം ബ്രൈറ്റ്നസ്? എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ് സർക്യൂട്ട് എയിലെ ബൾബ് മാക്സിമം ഗ്ലോ ചെയ്യുന്നത്.